അങ്ങനെ ഇന്ന് നമ്മൾ പോയത് നമ്മളെ അമ്മാൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനല്ലാതായി പോട്ടാ. അങ്ങനെ അവരെ കൂടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയൊരു മറ്റെന്താ പറയുക ചാടിനെന്തോ സംഭവം ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചുരുട്ടി കൂട്ടി റെഡിയാക്കി. അങ്ങനെ ലാസ്റ്റ് 2 ഷാൾ വെച്ച് ഒറ്റയ്ക്ക് ചാടാൻ നോക്കി. പക്ഷേ തടഞ്ഞു പോകുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ അവരെ കയ്യിൽ കൊടുത്ത്. പിന്നെ തട്ടിട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ലജിനാക്ക് തട്ടല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ തട്ടെടുത്തുങ്ങാണ്ട് വേഗം വണ്ടി ശിവദാസേട്ടൻ്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് കണ്ണാടിമേലൊക്കെ നോക്കി. പിന്നെ ഇസുവിന് ഓളെ ചെരുപ്പ് കുറച്ചാണ് വലുതായതുകൊണ്ട് ഓള് അതിനെക്കാട്ടും വലിയ ചെരുപ്പ് ഇവിടെ ഉണ്ടോ നോക്കി നടക്കായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുക്കണേ. ഏതായാലും ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇനി പെരെ കൊണ്ടുവരണം അങ്ങനെ പറഞ്ഞിന്ന്. അങ്ങനെ അവർ വീണ്ടും പിരിച്ച് റെഡിയാക്കണം. എന്നിട്ട് വേണം അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീഡിയോ എടുക്കാനായപ്പോൾ നല്ല കറക്റ്റായി അവിടെ നിൽക്കും. അങ്ങനെ ലജിനെ പോക്കണ്ട വിചാരിക്കുന്നത് അയച്ചിട്ട് വെള്ളം കുടിക്കാൻ പോകുന്നത്. എല്ലാം അവളെ തട്ടെങ്ങനെ നോക്കി റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ ശിവദാസേട്ടൻ്റെ ഓട്ടോറിക്ഷൻ്റെ കണ്ണാടി നോക്കിയിട്ട്. എന്തായാലും ആ പോയി കഴിഞ്ഞാൽ വരവുണ്ടല്ലോ സിനിമാ നടിമാർ നടക്കും. അങ്ങനെ പിന്നെ എല്ലാത്തിനും ഫസ്റ്റ് ഞാൻ നടത്തുന്ന കാര്യം എന്തായാലും ഞാൻ മോന്തെത്തി വീണ പിന്നെ ഇവരാരോ പണിക്ക് പോകില്ല. ഞാനെല്ലാത്തിനും ഒരു പരീക്ഷണ വസ്തുവാണ്. ആ സാരില്ല ഞാനതുകൊണ്ട് തയ്ച്ച്. പിന്നെ നമ്മളെ യൂസുമ്പോൾ വലിയ വില്ലാളി വീരത്താണെങ്കിലും ഒരു ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കണ വെച്ചിട്ടല്ലോ അവളപ്പം പേടിച്ചോളൂട്ടാ. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കഴിഞ്ഞിട്ട് കയറിയതാണ്. പക്ഷേ മൂന്ന് കുത്തി കഴിഞ്ഞത് എൻ്റെ പൂർവികരുടെ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ. പിന്നെ വീണ്ടും എന്നോട് റിബതൊക്കെ പറ്റും ചാടൂട്. അടുത്തതും വികാഞ്ഞത് എന്തൊക്കെ ഒരു ഭാഗ്യം അതിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തത് നമ്മളെ മെഹർ അങ്ങോട്ട് വന്നൊരേറ്റ ചാട്ടം. തന്നെ അവളെ നിർത്തിപ്പോയി. അങ്ങനെ വീണ്ടും അവളെ കൊണ്ട് തന്നെ നമ്മൾ ചാടിപ്പിച്ച്. അങ്ങനെ അപ്പം പിന്നെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ആൾ റെഡിയാക്കി എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മൂന്നാമത്തേൽ അവൾ വീണ്ടും പൊട്ടി. പിന്നെ നമ്മളെ ലജ്ന സജ വലിയ പീഡിയക്കൽ അബ്ദുൽ ജബ്ബാറിൻ്റെ മകളുടെ രംഗപ്രവേശനമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവളൊരു 2-3-4 ചാടി. ഞങ്ങളെക്കാട്ടും ചാടി. പക്ഷെ അത് എന്തൊക്കെയോ കുരുത്തത്തിലാണ്. സാരില്ലേ പോയിക്കോട്ടെ. പിന്നെ നമ്മളെ ഇതുമ്പോൾ നിൽക്കണുണ്ടില്ലേ ഓൾക്കും ചാടണമല്ല. പക്ഷെ ആ ഒരൊറ്റ കറക്കത്തിനുള്ളൂ ഓള്. അതുകൊണ്ട് അവളെ മാറ്റി നിർത്തി നമ്മൾ. പിന്നെ പെരയിലെത്തിയപ്പോൾ അമ്മ ഒരു മാങ്ങ മുറിച്ചാൽ നിന്ന് അത് വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ വേണ്ട തൊലിയുണ്ട് കാണിച്ചെന്ന്. അല്ലെങ്കിലും ഈ തിന്നണ കാര്യം വീഡിയോ എടുക്കാൻ ഞാൻ എപ്പോഴും മറക്കും. പിന്നെ 2-3-4 റൗണ്ട് പുഴൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സൈക്കിൾ ഓട്ടി കളിച്ച്. അങ്ങനെ അത് ക്ഷീണിച്ച് വന്നപ്പോൾ അവിടെ അവൽ മിൽക്ക് ഉണ്ടാക്കിയിരുന്നു. അതും വീഡിയോ എടുക്കാൻ മറന്നല്ലേ. തിന്നണ കാര്യം കണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ മറക്കൽ കൂടുതലാണ്. പിന്നെ കടയിലെത്തിയ വീഡിയോ എടുക്കാൻ ഞാൻ തീരെ മറക്കൂല. കാര്യം വീഡിയോൻ്റെ പേര് എനിക്ക് എന്തെങ്കിലും വേണ്ടി പുതിയതൊക്കെ ട്രൈ ചെയ്യാൻ. അങ്ങനെ നമ്മൾ മുന്നേ ട്രൈ ചെയ്ത് തന്നെ വാങ്ങിയത് അമൂലിൻ്റെ നല്ല വാനില ഐസ്ക്രീം അതൊക്കെ കഴിച്ച് നമ്മൾ കൃതാക്തയാണെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇന്നെക്കാട്ടും തിരക്ക് നമ്മൾ ഐസോനും. പിന്നെ കുട്ടിയല്ലേ നമ്മൾ കുറച്ചധികമൊക്കെ കൊടുക്കും. പക്ഷേ അവൾക്ക് ചെറിയൊരു സ്പൂണാണെങ്കിൽ എനിക്കതിൻ്റെ ഇരട്ടിക്കരട്ടി വലിയ സ്പൂണാണ് തിന്നല്. ഇരിക്കണുണ്ടായിരിക്കും കൂൾ ബാറിലാണ്. എല്ലാം മരുന്ന് അങ്ങ് മെഡിക്കൽ ഷോപ്പ് കയറിയത്. അവൾക്ക് എവിടെയായാലും കൂൾ ബാർ തന്നെയാണ്.